പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പ്രവാസികളാണല്ലോ. ഒരു ശരാശരി പ്രവാസിയുടെ ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അയാളുടെ ഒരു നാട്ടുപോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പലരുടെയും ജീവിതവുമായി ഇതിന് ബന്ധമുണ്ടാവും. പലരും 1 വർഷം, 1.5 വർഷം, 2 വർഷത്തിനോടൊക്കെ അടുപ്പിച്ച് ആയിരിക്കും പലപ്പോഴും നാട്ടിലേക്ക് പോകാറുള്ളത്. ഈ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല ഡ്രസ്സ് വാങ്ങുന്നു, നല്ല നല്ല പെർഫ്യൂമുകൾ വാങ്ങുന്നു. അതുപോലെ തന്നെ നാട്ടിൽ മറ്റു മക്കൾക്കും അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾക്കുമൊക്കെ കൊടുക്കാനുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ പെട്ടിയിൽ നിറച്ച് ഏകദേശം 25-30 കിലോനാണ് എയർലൈൻ അനുവദിക്കുന്നതെങ്കിലും അതിൻ്റെ മാക്സിമം അതിൽ കുത്തി നിറച്ച് വളരെ ഭംഗിയായി അടിപൊളിയായിട്ടായിരിക്കും പലരും പോവുക. ഈ പോകുന്ന സമയത്ത് പല ആളുകളുടെയും കയ്യിൽ പലപ്പോഴും 1 മാസത്തെ ശമ്പളമായിരിക്കും ശരാശരി ബാക്കി ഉണ്ടാവുക. അതായത് ഇദ്ദേഹത്തിന് നാട്ടിൽ പോയാൽ ചിലവഴിക്കാൻ ഉണ്ടാകുന്ന ഒരു ശരാശരി തുക എന്ന് പറയുന്നത്. നാട്ടിൽ പോകുന്നു, ആ ക്യാഷ് നമ്മുടെ നാട്ടിലെ പൈസയാക്കി മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെ ആയിരിക്കും ഇദ്ദേഹം പോയിട്ടുണ്ടാവുക. പക്ഷെ നാട്ടിലെത്തിയാൽ ഇദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ പല ചിലവുകളും ഉണ്ടാവും. ചിലവാകുന്നതിന് കണക്കുണ്ടാവില്ല, ചിലവാകുന്നതിനും കണക്കില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് ഇദ്ദേഹം പോയി ആ 1 മാസത്തെ ശമ്പളമാണ് കയ്യിലുള്ളത്, അത് നാട്ടിലെ പൈസയാക്കുന്നു, അവിടെ ചിലവഴിക്കുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് അത് തീർന്നു പോവുകയാണ്. പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പരിചയക്കാരിൽ നിന്ന്, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ക്യാഷ് കടം വാങ്ങാൻ തുടങ്ങും. ഈ കടം വാങ്ങുന്നത് 3 മാസത്തേക്ക് പോയ നമ്മൾ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് കയ്യിലുള്ള ക്യാഷ് തീർന്നതിന് ശേഷം കടം വാങ്ങുന്നു. പിന്നീട് ആ കടം വാങ്ങിയ തുകയിൽ നിന്നായിരിക്കും തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം പലരും എടുക്കുക. അങ്ങനെ ആ കുറഞ്ഞ 2-3 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ ഭംഗിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ വളരെ ഭംഗിയിൽ പാക്കാക്കി കൊണ്ടുപോയ ആ പെട്ടിയിൽ തിരിച്ചു പോരുമ്പോൾ കാര്യമായി ഒന്നും ഉണ്ടാകാറില്ല. പലരുടെയും പെട്ടിയിൽ എന്താണ് ബാക്കി ഉണ്ടാകാറുള്ളത്? ഒരുപാട് കടങ്ങളുടെ കണക്കുകളും മറ്റ് ബാധ്യതകളുടെ കെട്ടുകളുമായിട്ടായിരിക്കും പലരും തിരിച്ചെത്തുക. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ആ കടം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലരും പിന്നീട് ജോലി ചെയ്യുക. അപ്പം മടങ്ങി വരുമ്പോൾ ഈ വാങ്ങിയ കടങ്ങളുടെയും പിന്നീട് നാട്ടിലുള്ള പല ബാധ്യതകളുടെയും ഒക്കെ ഭാരവുമായിട്ടായിരിക്കും പലരും മടങ്ങി വരുന്നത്. പിന്നീട് അടുത്ത നാട്ടുപോക്ക് വരെയുള്ള സമയം ഈ വാങ്ങിയ കടങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടാനാണ് പലരും സമയം ചിലവഴിക്കുക. എൻ്റെ പ്രിയമുള്ള പ്രവാസികളെ, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും അധികം സാധനങ്ങൾ കൊണ്ടുപോകുന്നത്? അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ പോരെ? എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഇത്തരം അമിതമായ അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചാൽ തന്നെ ഒരു പക്ഷേ നമുക്ക് അല്പം സ്വല്പമൊക്കെ സേവിങ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് നാട്ടിൽ നിന്ന് വന്നത് മുതൽ അടുത്ത നാട്ടുപോക്കാകുന്നത് വരെ ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ വാങ്ങി, 1 വാങ്ങി, 2 വാങ്ങി, 3 വാങ്ങി കട്ടിലിനടിയിൽ സൂക്ഷിക്കും. ബാച്ചിലർ റൂമിന്റെ കട്ടിലിനടിയിൽ സൂക്ഷിക്കും. ഇതൊക്കെ മാറ്റേണ്ട സമയമായി എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ കുടുംബക്കാരെ സന്തോഷിപ്പിക്കാനും മറ്റുമൊക്കെ ആയി ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നതിന് പകരം അവർക്ക് അവിടെ എത്തിയതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആയിരിക്കും ഉത്തമം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ആദ്യത്തെ നാട്ടുപോക്കിന് ഞാൻ അത്യാവശ്യം സാധനം കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. പിന്നീട് ഞാൻ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം അല്പം സ്വല്പം ഈ സാധനങ്ങളും അതുപോലെ തന്നെ മിഠായികളും ഒക്കെ കൊണ്ടുപോകുന്നത് കുറച്ചൊരു വ്യക്തി കൂടെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയിൽ കമൻ്റായി രേഖപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.